യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടേണ്ടതിന് പകരം മറ്റെന്തോ ശക്തികൾ കൊണ്ട് ബലപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ വൈകൃതമായ ഒരു അനുഭവമാണ്. എങ്ങനെ അസമാധാനത്തിനും എങ്ങനെ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും ഭിന്നതയ്ക്കും കാരണമാകുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതാ നാശോന്മുഖമായ അറിവുകളെന്ന് പറയും. അത് സമൂഹത്തെ നശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം പഴയ നിയമ പാരമ്പര്യമനുസരിച്ച് യൗസേപ്പും കന്യാമറിയാവും നിവർത്തിക്കാനുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ 40 ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുള്ളത് യഹൂദ നിയമം അനുസരിച്ച് അവർ കർത്താവിനെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചതായ ദിവസം ആണ് നാം ഓർക്കുന്നത്. ഡിസംബർ 25 മുതൽ 40 ദിവസം ആകുന്നത് ഫെബ്രുവരി 2 ആകുന്നു. അപ്രകാരമാണ് ഈ ദിവസം കർത്താവിൻ്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ നാം ആചരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന വൃദ്ധനായ ശമൂവനും വൃദ്ധയായ ഹന്നായും യേശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുവാനുള്ള അനുവാദം വാങ്ങിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ദൈവപുത്രൻ്റെ ജനനത്തിൽ മശിഹായെ കാണുന്നതുവരെ മരണം കാണുകയില്ല എന്നുള്ള അനുഗ്രഹം വരമാണ് ലഭിച്ചിരുന്നത്. അപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് നടത്തുവാനുള്ള വലിയ രക്ഷയെ കാണിക്കുന്നതിന് ഇടയായ സംഭവമാണ്. ദൈവസാന്നിധ്യത്തിൽ അവർ സംതൃപ്തരാകുന്നു. യേശു അവർക്ക് മാനസികമായ ധൈര്യവും സന്തോഷവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നു. ഇതുതന്നെയാണ് നമുക്കും യേശുവിൽ നിന്ന് പ്രാപിക്കാനുള്ളത്. കർത്താവിൽ നിന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം മുഖാന്തരം സന്തോഷവും സംതൃപ്തിയും ശുഭാപ്തി വിശ്വാസം ദൈവസന്നിധിയിലേക്കുള്ള യാത്ര അതും യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമുക്കിടയാവുക. ശമോനും ഹന്നായും ഒരിക്കൽ യേശുവിനെ കണ്ടുവെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതോടുകൂടെ ദൈവത്തിന് ഇരിക്കുവാനുള്ള ആലയങ്ങളായി തീരുകയും അങ്ങനെയുള്ള ആലയമായി തീരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവും നമ്മിൽ വസിക്കുന്നതിൻ്റെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരായി നമുക്ക് തീരണം. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവിധങ്ങളായിരിക്കുന്ന പരീക്ഷകളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പരീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ക്രിസ്തുവിൽ വളരാനുള്ളതായ മാർഗം എന്താണ്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദേവാലയ പ്രവേശനം കഴിഞ്ഞ് നസറേത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അവൻ ആത്മാവിൽ ശക്തി പ്രാപിച്ചു, ജ്ഞാനത്തിൽ നിറഞ്ഞു, അതോടൊപ്പം തന്നെ ദൈവകൃപയിൽ വളരുകയും ചെയ്തു. ലോകത്തിൽ യേശുവിൻ്റെ ആ വളർച്ചയാണ് നമുക്ക് നൽകുന്ന ദൈവികമായ വളർച്ചയുടെ അടിസ്ഥാനം. ദൈവകൃപയിൽ വളരുന്നതിന് ആത്മാവിൽ ശക്തിപ്പെടണം, ജ്ഞാനത്തിൽ നിറയണം. പരിശുദ്ധാത്മാവിലുള്ളതായ ശക്തിപ്പെടൽ ലോകത്തിൽ നമുക്ക് പലപ്പോഴും ഭയവും പ്രയാസവുമൊക്കെ ഉണ്ടാകുന്നത് പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ ദൈവാത്മാവിൽ ശക്തിപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ ദൈവിക കൃപ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളതായ ജ്ഞാനം കൊണ്ട് നിറയുവാൻ സാധിക്കുന്നു. ഇന്ന് ആത്മാവിൽ ശക്തിപ്പെടേണ്ടതിന് പകരം ലോകത്തിൽ പലതരത്തിലുള്ളതായ ദോഷങ്ങൾ കൊണ്ട് നിറയുവാനാണ്
പലതും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും മദ്യമയക്കുമരുന്നുകളുടെ വലിയ ഒരു വേലിയേറ്റം സമൂഹത്തെ വളരെ വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടേണ്ടതിന് പകരം മറ്റെന്തോ ശക്തികൾ കൊണ്ട് ബലപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ വൈകൃതമായ ഒരു അനുഭവമാണ്. ദൈവാത്മാവിൽ ശക്തിപ്പെടുമ്പോൾ സമൂഹത്തിന് ദൈവകൃപ നമ്മൾ മുഖാന്തരമുണ്ടാകും. മദ്യമയക്കുമരുന്നുകളിൽ ശക്തിപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ ജീർണതയാണ് ലോകത്തിൽ വരുന്നത്. നല്ല അറിവുകൊണ്ട് ദൈവത്തെ അറിയുവാനും ദൈവികമായ കാര്യങ്ങളെ അറിയുവാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പകരം സാധാരണ അറിവിൽ നിന്ന് വ്യത്യസ്തമായി നാശോന്മുഖമായ അറിവുകളിലേക്ക് പോകുമ്പോൾ ഈ സമൂഹവും ഞാനും നിങ്ങളും വസിക്കുന്നിടമെല്ലാം നശിക്കുകയാണ്. കൺസ്ട്രക്റ്റീവ് നോളജും ഡിസ്ട്രക്റ്റീവ് നോളജുമുണ്ട്. എന്താണ് കൺസ്ട്രക്റ്റീവ് നോളജ്? അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം. നല്ലതായത് ചിന്തിക്കുകയും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാനിടയാകുന്നത് കൺസ്ട്രക്റ്റീവ് നോളജാണ്. അത് സമൂഹ നിർമ്മിതിക്ക്, മനുഷ്യനിർമ്മിതിക്ക് യോഗ്യമാകുന്നതാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ആകർഷകമാകുന്നത് ഡിസ്ട്രക്റ്റീവ് നോളജാണ്. നാശോന്മുഖമായ അറിവിനെ കൊള്ളുക എന്നുള്ളതാണ്. എങ്ങനെ അസമാധാനത്തിനും എങ്ങനെ